പച്ചക്കറി വാങ്ങാൻ ഹെലികോപ്റ്ററിൽ പോയി വന്ന രാജു അണ്ണൻ ആ പാവപ്പെട്ട കോടീശ്വരനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതായിരുന്നു ഇവൾ. രാജു പെട്ടെന്ന് ഞെട്ടിണിച്ചപ്പോഴായിരുന്നു അത് സ്വപ്നമാണെന്ന് മനസ്സിലായത്. രാജു താമസിക്കുന്നത് അവന്റെ മുത്തച്ഛൻ പണിത ഒരു വീട്ടിലായിരുന്നു. പക്ഷേ അവന്റെ കയ്യിൽ ഒരു നയാ പൈസ പോലുമില്ല. അവന്റെ മുത്തച്ഛൻ പണ്ട് കോടികളുടെ സ്ഥലം പലർക്കും എഴുതി കൊടുത്തത് കൊണ്ട് ഇവർക്ക് ലഭിച്ചത് ആ വീട് മാത്രം. അങ്ങനെ ഒരു ദിവസം രാജു അവന്റെ ബന്ധുവിന്റെ കല്യാണത്തിന് പോകുന്നു. ഫുൾ ടൈം വെള്ളത്തിലായിരുന്ന അവന് പൈസക്കാരിയായ ഒരു പെണ്ണിനെ ലഭിച്ചു. കല്യാണ ചെക്കന്റെ അമ്മ രാജുവിനെ പൈസക്കാരനല്ലാത്തത് കൊണ്ട് അവിടെ നിന്നും ഇറക്കി വിട്ടു. ആ ദേശത്തിൽ അവനും ഒരു പൈസക്കാരി പെണ്ണിനെ കണ്ടുപിടിക്കാൻ ശ്രമം തുടങ്ങുന്നു. അങ്ങനെ അന്വേഷണത്തിൽ ഒരു പെണ്ണിനെ കണ്ടുമുട്ടുന്നു. നല്ല പൈസയുള്ള ഒരു വീട്ടിലെ കുട്ടി. അവളെ വളക്കാൻ അവൻ ഒരു പ്ലാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ അവസാനം അവളെ കല്യാണം കഴിക്കുന്നു. കോടീശ്വരനായ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു അവന് തന്റെ അമ്മയച്ചന്റെ ഒരു കത്ത് ലഭിച്ചത്. ഷീറ്റും മറ്റും കളിച്ച് അവരുടെ ഫുൾ സ്വത്ത് കളഞ്ഞു കുളിച്ചെന്നും വീട് വരെ പണിയത്തിലാണെന്ന് പറയുന്നു. അതിനാൽ രാജുവിനോട് ഇതൊക്കെ അടച്ചു തീർക്കണമെന്ന് പറഞ്ഞ് അയാൾ തീർത്ഥയാത്രക്ക് പോകുന്നു. ഇവിടെയായിരുന്നു ട്വിസ്റ്റ്. ചാരുലതയും അവളുടെ അച്ഛനും രാജു വലിയ പൈസക്കാരനാണെന്നായിരുന്നു വിചാരിച്ചത്. ശരിക്കും രാജുവിനെ വളക്കാൻ ചാരുലതയായിരുന്നു ശ്രമിച്ചത്. ലാസ്റ്റ് രണ്ടുപേർക്കും ലഭിച്ചത് നോക്കിയ ഫോണിൽ ഐഫോണിന്റെ കവറിട്ട പോലത്തെ കുടുംബമായിരുന്നു. ചാരുലതയെ അവളുടെ അച്ഛൻ ആദ്യം ഇവന് വേണ്ടിയായിരുന്നു കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇവൻ അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ചാരുലതയുടെ വീടും മറ്റും തിരിച്ചു പിടിക്കാൻ രാജുവും ആ ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ചാരുലതയും അവനെ സഹായിക്കാൻ കൂടി. അതിന്റെ ഭാഗമായി പല രീതിയിലും വോട്ട് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും മൈൻഡ് ചെയ്തില്ല. അവസാനം അവൻ ആ നാട്ടിലെ പ്രശ്നങ്ങൾ കാട്ടി ഒരു റീൽ ഉണ്ടാക്കുന്നു. അത് വൈറലാവുന്നു. പിന്നീട് അവന് ആ നാട്ടിൽ മൊത്തം ഫാൻസ് ഉണ്ടാവുന്നു. ഇത് കണ്ട് പേടിച്ച എതിർ പാർട്ടി അവന് 20 കോടി നൽകി ഇലക്ഷനിൽ നിന്നും പിന്മാറാൻ പറയുന്നു. പൈസക്ക് വേണ്ടി മത്സരിച്ച അവൻ വീണ്ടും ഒരു റീൽ വെച്ച് ഫാൻസിനെ ഇല്ലാതെയാക്കുന്നു. അതിനുശേഷം ആ 20 കോടി വാങ്ങുന്നു. പക്ഷേ അവൻ ആ 20 കോടി കൊണ്ട് തന്റെ നാട്ടിലുള്ള സ്ഥലം കൊള്ളയടിക്കപ്പെട്ട ആളുകൾക്ക് സ്ഥലം വാങ്ങി തിരികെ നൽകുന്നു. അവസാനം ഇലക്ഷനിൽ അവൻ ജയിക്കുന്നു.